ദി അക്വലൈറ്റ് സ്റ്റാർ വാർസ് ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും പുതിയ സീരീസ് ആയിരുന്നു. 8 എപ്പിസോഡുള്ള ഈ ഒരു സീരീസിൻ്റെ ഫിനാലെ ആയിരുന്നു എന്ന് ഒരുപാട് പ്രതീക്ഷയോടെ കാണാൻ പോയ ഒരു സീരീസാണ്. കാരണം ഇതിനു മുമ്പ് അസോക്കയാണ് റിലീസായിട്ടുള്ളത്. അസോക്ക ഒരു കിടിലൻ സീരീസ് ആയിരുന്നു. കാരണം അതിനകത്ത് ആനക്കിൻ സ്കൈവാക്കർ അല്ലെങ്കിൽ ഡാർത്ത് വേഡറിനെയൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഭയങ്കര ഫീൽ, അസോക്കയും ഡാർത്ത് വേഡറും തമ്മിലുള്ള റിലേഷനൊക്കെ കാണിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു സീരീസ്. അത് നല്ല രീതിയിൽ അതിൻ്റെ ഫസ്റ്റ് സീസൺ കൊണ്ട് നിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സീരീസിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നു, ഇതിൻ്റെ റിലീസ് വരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ ഒരു ഓക്കെ ആണ് എന്നുള്ള ഫീൽ. നമ്മൾ ഒറിജിനൽ കണ്ടുള്ള സ്റ്റാർ വാർസ് സിനിമയാണല്ലോ, അതിൻ്റെ ഫസ്റ്റ് സിനിമയ്ക്ക് 100 years ബാക്ക് ആയിരിക്കും ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അതൊക്കെ ഓക്കെയാണ്. ഫസ്റ്റ് എപ്പിസോഡ് ഓക്കെ. സെക്കൻഡ് എപ്പിസോഡ് കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പണി പാളിയിട്ടുണ്ട്, ഇതൊരു നടക്കി പോകുന്ന ലക്ഷണമില്ല എന്നുള്ളത്. നല്ല വലിച്ചു നീട്ടൽ. ഒരു ചെറിയ സ്റ്റോറിയെ, അതായത് ഒരു 2-3 എപ്പിസോഡിൽ നിർത്തേണ്ട ഒരു സ്റ്റോറിയെ 8 എപ്പിസോഡ് വലിച്ചു തീർന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ പണി പാളി. എന്നാലും പിന്നെ ഇനി കണ്ടു നോക്കാം, ഇനി ക്ലൈമാക്സിൽ ലാസ്റ്റ് എപ്പിസോഡിൽ എന്തെങ്കിലും ഗംഭീര സാധനമൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഞെട്ടിച്ചാലോ എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന് കാണുന്നു. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഇതേ ഫീലിംഗ് തന്നെ എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫിനാലെ എന്തെങ്കിലും ഗംഭീര സാധനം ആയിരിക്കും. കാരണം 7ാമത്തെ എപ്പിസോഡ് വരെ എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഇതിൻ്റെ 8ാമത്തെ എപ്പിസോഡിൽ എന്തെങ്കിലും കാണുമെന്നുള്ളത്. 8ാമത്തെ എപ്പിസോഡ് കണ്ടു തുടങ്ങി 10 മിനിറ്റായി, 20 മിനിറ്റായി, 45 മിനിറ്റുള്ള എപ്പിസോഡാണ്, 30 മിനിറ്റായി, എന്നിട്ടും ഒരു പ്രതീക്ഷയില്ല. ഇതെങ്ങോട്ടാണ് സ്റ്റോറി പോകുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് ഒരു ക്ലൈമാക്സ് ഫിനാലെ എപ്പിസോഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി കാണിക്കേണ്ട എപ്പിസോഡാണല്ലോ. ഇതങ്ങനെയൊന്നുമില്ല. നീ വേണേൽ കണ്ടിട്ട് എഴുന്നേറ്റ് പോയില്ല, നീ കാണണ്ട, ആ ഒരു രീതി പോകുന്നൊരു എപ്പിസോഡ്. ഒരു നോർമൽ ഏതെങ്കിലും ലാഗുള്ള സാധാരണ ഒരു സീരീസിൻ്റെ മിഡിൽ പോർഷനിൽ വരുന്ന എപ്പിസോഡ് പോലെ ഒരു ഫിനാലെ എപ്പിസോഡ്. അതാണ് ദ അക്വലൈറ്റിൻ്റെ 8ാമത്തെ ഫിനാലെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്റ്റോറി വളരെ സിമ്പിൾ സ്റ്റോറിയാണ്. ഓഷ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, മെയ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ, ഇവർ ട്വിൻസാണ്. അപ്പം ഇവരുടെ സ്റ്റോറിയാണ് ആക്ച്വലി ഇത് കൺഫ്യൂഷൻ ആകുന്ന കുറച്ച് സ്റ്റോറികളൊക്കെ ഉണ്ട്. അപ്പം 4 അല്ലെങ്കിൽ 3 നമ്മുടെ ജെഡായി മർഡർ ചെയ്യപ്പെടുന്നു. അപ്പം ആ ഒരു മർഡർ കേസ് അന്വേഷിക്കുന്നു. അത് ഈ ഓഷ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ മെയ് എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു, ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ്, ആരാണ് ഇവർ എന്നുള്ള സാധനം. അതായത് ഈ ഓഷ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഫോർമർ പാഡ്വാൻ ആയിരുന്നു, പക്ഷേ ജഡായി ആയില്ല. അതിന് മുമ്പ് പുള്ളിക്കാരി നിർത്തിയിട്ട് പോകുന്നു. പക്ഷേ ഈ മെയ് എന്ന് പറയുന്ന ക്യാരക്ടറെ നമ്മൾ ഇതിനു മുമ്പ് ഇവർക്ക് വലിയ അറിവൊന്നുമില്ല, ട്വിന്നാണെന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ എങ്ങനെ മെയ് ഇത്ര പവർഫുൾ ആകുന്നു, മെയ്യുടെ ഡാർക്ക് സൈഡ് എവിടെ നിന്നാണ് വന്നത്, ആ സാധനമൊക്കെ അന്വേഷിച്ച് പോകുന്നു. ഇങ്ങനെ കുറേ ഇഴപ്പീരുണ്ട്. ഇതിനകത്ത് വില്ലൻ ഭയങ്കര കോമഡി വില്ലനാണ്, ഭയങ്കര പവർഫുൾ വില്ലനൊക്കെയാണ്. പക്ഷേ ഇടയ്ക്ക് തോന്നും വില്ലൻ ഭയങ്കര നന്മകരമാണെന്ന്, ഇടയ്ക്ക് തോന്നുന്നത് വില്ലൻ എന്താണ് ഈ കാണിക്കുന്നത്. അതായത് എപ്പിസോഡ് ക്ലൈമാക്സ് എപ്പിസോഡിന് തുടങ്ങി ഒരു 10 മിനിറ്റ് വരെ ഞാൻ വെച്ച് ഇതിപ്പം വില്ലൻ നന്നായെന്ന് തോന്നുന്നു എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ ട്വിസ്റ്റിൽ അല്ലെങ്കിൽ ഒറ്റ സെക്കൻഡിൽ ഈ നായികയായിട്ട് വന്ന ഓഷ ഡാർക്ക് സൈഡിൽ പോകുന്നു, മെയ് ഇപ്പുറത്ത് വരുന്നു, ഇത് എന്തൊക്കെയോ കാണിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു അവിയൽ പരുവത്തിലാക്കി കൊണ്ട് നിർത്തുന്ന ഒരു സീരീസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ വാർസ് ഇങ്ങനെ സീരീസ് ഇറക്കുകയാണെങ്കിൽ ഇറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഉള്ള ഫാൻസിനെ കൂടെ ഉറപ്പിക്കുന്നതിന്. അല്ലെങ്കിൽ തന്നെ ഒറിജിനൽ OG ഫാൻസ് ഉണ്ടല്ലോ സ്റ്റാർ വാർസിൻ്റെ, സിനിമകൾ മാത്രം കാണുന്ന ആളുകൾ, അവർ പറയുന്നുണ്ട് ഇപ്പം തന്നെ ഇവർ ആവശ്യമില്ലാത്ത കുറേ അധികം സീരീസുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ വലിച്ചു നീട്ടുന്നുണ്ട്, സ്റ്റോറി ഇല്ല എന്നൊക്കെ. അതായത് മാൻഡലോറിയൻ്റെയൊക്കെ ഒരു സീസൺ 3 ആയ സമയത്തൊക്കെ ഇത് നമ്മൾ ഇതിനിടയ്ക്ക് പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അസോക്ക വന്ന സമയത്തൊക്കെ നല്ലൊരു സീരീസ് കൊണ്ടുവന്നല്ലോ, നല്ല സ്റ്റോറിയാണ്. അസോക്ക എന്ന് പറയുന്ന ക്യാരക്ടറിനെ വെച്ച് നോക്കുമ്പോൾ അതൊരു നല്ല സ്റ്റോറിയാണ്. അതൊരു നല്ല അസോക എന്ന് പറഞ്ഞ ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ആനക്കിൻ സ്കൈവാക്കറിനെ അത് കാണിച്ചപ്പോൾ ഭയങ്കര രസമായിരുന്നു. ആക്ച്വലി കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ ആനക്കിനെ കാണുന്നു അല്ലെങ്കിൽ ഡാർത്ത് വേഡറിനെ കാണുന്നു. അതൊക്കെ ഭയങ്കര രസകരമായിട്ട് കാണിച്ചു. എന്നിട്ട് ഇവിടെ വന്ന് തേച്ചങ്ങ് ഒട്ടിച്ച് തന്നു. ഇനിയൊരു സിനിമ വരുന്നുണ്ട് സ്റ്റാർ വാർസിൻ്റെ. ആക്ച്വലി സ്റ്റാർ വാർസ് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി വലിയൊരു ഫ്രാഞ്ചൈസി, വലിയ വേൾഡ് ബിൽഡിംഗ് ഉള്ളൊരു ഫ്രാഞ്ചൈസിയാണ്. കാരണം കുറേ സിനിമകൾ, കുറേ സീരീസുകൾ, അനിമേറ്റഡ് സീരീസുകൾ, അങ്ങനെ സ്റ്റോറി ഇങ്ങനെ വലുതായിട്ട് കിടക്കുകയാണ്. ഒരുപാട് വലിയ സ്റ്റോറി, ഭയങ്കര വലിയ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കുകയുള്ളൂ. നമ്മൾ സാധാരണ DC സിനിമയും മാർവൽ സിനിമയും കാണുന്ന പോലെ ഇത് കാണാൻ പറ്റില്ല. അത്രയ്ക്ക് വലുതാണ്, അത്രയ്ക്ക് ഫാൻ ബേസുള്ള, ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ കണ്ടൻറ്റ് ഉള്ള ഒരു സ്റ്റോറിയാണ് സ്റ്റാർ വാർസ് എന്ന് പറയുന്നത്. അവരിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഈ സത്യം പറഞ്ഞാൽ അക്വലൈറ്റ് എന്ന് പറയുന്ന സീരീസ് ഇവർ ഇറക്കിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. ഒരു ഫാൻസും വന്നിട്ട് എന്തിനാ ഇറക്കാതിരുന്നതെന്ന് ചോദിക്കില്ല. ഇതിപ്പോൾ ഒന്ന് ചോദിക്കും എന്തിനാ ഇറക്കിയത്, എന്തിന്, ബട്ട് വൈ എന്ന് ചോദിക്കാനുള്ളൊരു വോയിസ് ഉണ്ട് അവർക്ക്. കാരണം സീരീസ് മുമ്പിൽ പോയല്ലോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റോറി അല്ലെങ്കിൽ ചെയ്യരുത്. ഇത്രയും കാശും മുടക്കി ഇത്രയും ഒരു സീരീസ് ചെയ്തിട്ട് അത് ഫാൻസിന് ഇഷ്ടപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, കണ്ട ആൾക്കാരുടെ ടൈം പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം പരിപാടിയാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടത് കണ്ടു. ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റാർ വാർസ് ഫാൻ ആണെങ്കിൽ നിങ്ങൾ സ്റ്റോറി അറിഞ്ഞുണ്ടെങ്കിൽ മാത്രം
നിങ്ങൾ പോയി കാണുക. അല്ലാണ്ട് നിങ്ങളൊരു കോമൺ സീരീസ് വാച്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാണ്ടിരിക്കുക. അത്രയ്ക്ക് വലിയ വർത്തായിട്ടുള്ള ഒരു സാധനം ഞാൻ ഈ ഒരു സീരീസിനകത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കാണണ്ട എന്നാണ് ഞാൻ പറയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ പോയി കാണാം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് അക്വലൈറ്റിൻ്റെ ആ ഒരു റിവ്യൂ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.